ഇടുക്കിയിൽ വയോധികയ്ക്ക് ചികിത്സ നിഷേധിക്കുന്നുവെന്നൊരു പരാതി വരുന്നുണ്ട്. 2 കണ്ണിനും തിമിരം ബാധിച്ച 65-കാരി 4 തവണ ഇടുക്കി മെഡിക്കൽ കോളേജിൽ കയറിയിറങ്ങിയിട്ടും നടപടിയില്ല. ആരും തുണയില്ലാതെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആനവിലാസം സ്വദേശി സുശീല വലിയ ദുരിതത്തിലാണ്. നമുക്കൊന്ന് കേട്ടുവരാം. എന്താണ് സുശീലയുടെ പ്രശ്നം? ഒത്തിരി ആൾക്കാരുണ്ട് ഇപ്പോൾ ചെയ്യാനായിട്ട്. ജൂലൈ മാസം 10-15 ആകുമ്പോഴത്തേനും വിളിക്കാമെന്ന് പറയും. ഇതുവരെ വിളിച്ചുമില്ല, ഒന്നുമില്ല. കാഴ്ചയില്ലാത്തതുകൊണ്ട് എനിക്ക് ഒത്തിരി പാടാണ്. ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ തീ കത്തിച്ച് ഈ ചൂട് ഈ പാത്രത്തിലൊക്കെ ചേറി പിടിച്ച് കൈയെല്ലാം പൊള്ളിയിരിക്കുക. തന്നെ താമസിക്കുന്നത് ചോദിക്കാനും പറയാം. അല്ലെങ്കിൽ 3-4 പ്രാവശ്യം ഞാൻ അവിടെ പോയി. അന്നേരം ഒക്കെ ഇങ്ങനെ ഒരു അവധി പറഞ്ഞു വിടുക. നമ്മൾ അവർ വിളിക്കുമെന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇത്രയും ദിവസമായിട്ടും കണ്ടില്ല. നമുക്കിപ്പം രാഹുലുണ്ട്. രാഹുൽ, എന്താണ് സുശീലാമ്മ പറയുന്നത്? സുശീലാമ്മയ്ക്ക് എത്ര ബുദ്ധിമുട്ടാണോ? ഡോക്ടർമാരുടെ കുറവാണോ ഈ പ്രതിസന്ധിക്ക് കാരണമായിട്ട് ആശുപത്രിക്കാർ പറയുന്നത്? 4 തവണയൊക്കെ കണ്ണും വയ്യാതെ ഇങ്ങനെ കയറി ഇറങ്ങുമ്പോൾ അവിടെ ശരിക്കും ഒഫ്താൽമോളജിസ്റ്റ് ഉണ്ടോ ഈ കണ്ണ് നോക്കുന്ന കക്ഷി? ഡോക്ടർ അരുൺകുമാർ, ഇടുക്കി മെഡിക്കൽ കോളേജിൽ 4 ഡോക്ടർമാരാണ് വേണ്ടത്. ഈ നേത്രരോഗവുമായി ബന്ധപ്പെട്ട പരിശോധനയ്ക്ക് 4 ഡോക്ടർമാർ വേണം. പക്ഷേ 2 പേരുള്ളൂ എന്നത് ആശുപത്രി അധികൃതർ തന്നെ പറയുന്നുണ്ട്. ഈ സുശീലാമ്മയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ആനവിലാസം സ്വദേശിയായിട്ടുള്ള 65 വയസ്സുള്ള സുശീല ലയത്തിൽ ഒറ്റയ്ക്കാണ് കഴിയുന്നത്. കൂട്ടെന്ന് പറയാൻ ഒരു നായ മാത്രമാണുള്ളത്. മക്കളോ ഭർത്താവോ ഒന്നും തന്നെയില്ല. കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് സുശീലാമ്മയുടെ 2 കണ്ണുകൾക്കും തിമിരം ബാധിക്കുന്നത്. അതിനുശേഷം മെഡിക്കൽ കോളേജിൽ പോയി തിമിര രോഗമാണെന്ന് സ്ഥിരീകരിച്ചു. ശസ്ത്രക്രിയ വേണമെന്ന് പറഞ്ഞു. പക്ഷേ 4 തവണ ആശുപത്രിയിൽ കയറി ഇറങ്ങിയിട്ടും ഇതുവരെ ശസ്ത്രക്രിയ നടത്താൻ ഒരു ഡേറ്റ് കൊടുത്തില്ല എന്നാണ് പറയുന്നത്. സുശീലാമ്മ പറയുന്ന പോലെ തന്നെ ഒറ്റയ്ക്ക് വീട്ടിൽ കഴിയുമ്പോൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കേണ്ടി വരുന്നു. ഇപ്പോൾ കണ്ണ് കാണാൻ മേലാത്തതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ പാത്രത്തിലൊക്കെ അറിയാതെ കൈ പിടിച്ച് കൈ പൊള്ളുന്ന സാഹചര്യം ഉണ്ടായി. നടക്കുമ്പോൾ വഴുതി വീഴുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ വലിയ ദുരിതത്തിലൂടെയാണ് സുശീലാമ്മ കടന്നു പോകുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ലയത്തിനുള്ളിലാണ് കഴിയുന്നത്. ആ ലയമാണെങ്കിൽ ചോരുന്ന അവസ്ഥ കൂടിയുണ്ട്. മഴയത്തൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ആനവിലാസം എന്ന് പറയുന്നത് കുമളി അടുത്തുള്ളൊരു ഭാഗമാണ്. അപ്പോൾ ആനവിലാസത്തു നിന്നും ഇടുക്കി മെഡിക്കൽ കോളേജിൽ എത്തണമെങ്കിൽ അവിടുന്ന് ഒരു ബസ്സിൽ കയറി കട്ടപ്പനയിൽ ഇറങ്ങി കട്ടപ്പനയിൽ നിന്ന് ചെറുതോണിക്കോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലേക്കോ ഉള്ള ബസ്സിലൊക്കെ പോകണം. പക്ഷേ 2 കണ്ണുകൾക്കും കാഴ്ചയില്ലാത്തതുകൊണ്ട് തന്നെ മറ്റാരെങ്കിലും വീടിൻ്റെ അടുത്തുള്ള ആരെങ്കിലും സഹായിച്ചാൽ മാത്രമാണ് ഈ ആശുപത്രിയിലൊക്കെ എത്താൻ കഴിയുകയുള്ളൂ എന്നാണ് പറയുന്നത്. 4 തവണ കയറി ഇറങ്ങിയിട്ടും ഇതുവരെ നടപടി ഉണ്ടായില്ല. അങ്ങനെയാണ് നമ്മളെ ഈ സുശീലാമ്മയുടെ വീടിനടുത്തുള്ള ആളുകൾ ബന്ധപ്പെടുകയും ഇന്നലെ നമ്മൾ അവിടെ പോയി നേരിട്ട് ഈ വിഷമങ്ങളെല്ലാം കേൾക്കുകയും ഇപ്പോൾ ആ വാർത്തയായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തത്. ആശുപത്രിയിൽ ഡോക്ടർ ഇല്ലാത്തത് തന്നെയാണ് പ്രതിസന്ധി. പക്ഷേ ഈ മാസം 18-ാം തീയതി വരെ മുഴുവൻ ഓപ്പറേഷൻ മാറ്റിവെച്ചേക്കാണ്. ഓപ്പറേഷൻ തിയേറ്റർ തന്നെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പൂട്ടിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധിയും ഈ സുശീലാമ്മയുടെ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. ആശുപത്രി അധികൃതരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് എന്താണ്? ഈ ആഴ്ച എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ ഈ ഓപ്പറേഷൻ ചെയ്തു കൊടുക്കാൻ? കാര്യം പാവം അമ്മ ഈ പറഞ്ഞത് കേട്ടില്ലേ, അടുപ്പിൽ തീയൊക്കെ കൊളുത്തുന്ന സമയത്ത് മാറിപ്പോയാൽ എന്തായിരിക്കും അവസ്ഥ? നടക്കുമ്പോൾ വീണുപോയാൽ അതും ആ വീടിൻ്റെ ഒരു അവസ്ഥ നമ്മൾ കണ്ടില്ലേ. നമ്മൾ സൂപ്രണ്ടിനോട് പറഞ്ഞപ്പോൾ ഒരു സ്പെഷ്യൽ കേസായിട്ട് ഇത് പരിഗണിക്കാമെന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ സൂപ്രണ്ടുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് 8-ാം തീയതി മുതൽ 18-ാം തീയതി വരെ ഓപ്പറേഷൻ തിയേറ്ററുകൾ അടച്ചു തന്നെ ഇട്ടേക്കുകയാണ്. ഇടുക്കി മെഡിക്കൽ കോളേജിൻ്റെ സ്വന്തമായിട്ടൊരു ഓപ്പറേഷൻ തിയേറ്റർ ഇല്ല. ഇപ്പോഴും പഴയ ജില്ലാ ആശുപത്രിയുടെ ഓപ്പറേഷൻ തിയേറ്ററിലാണ് ശസ്ത്രക്രിയ നടത്തുന്നത്. പക്ഷേ 18-ാം തീയതി വരെ അടഞ്ഞു കിടക്കുകയാണ്. 18-ാം തീയതിക്ക് ശേഷം പരിഗണിക്കാമെന്നൊരു വാക്കാൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് പ്രാവർത്തികമാക്കാൻ കഴിയുമോ എന്നൊരു സംശയം കൂടിയുണ്ട്. അതിന് പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറയുന്നത് 4 ഡോക്ടർമാരാണ് നേത്രരോഗ വിഭാഗത്തിൽ വേണ്ടത്. അതിൽ 2 പേർ മാത്രമാണ് ഇപ്പോൾ ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്ത. ഇന്നിപ്പോ തീയതി 14 ഒരു 5 ദിവസത്തിനുള്ളിൽ അത് സർജറി നടക്കുമോ എന്ന് ചോദിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് മറ്റ് ക്രമീകരണങ്ങൾ ചെയ്തു കൊടുക്കണം നമ്മുടെ അമ്മയ്ക്ക്. കേട്ടോ, അത് സുശീലാമ്മയുടെ കൂടി എന്താണ് അമ്മയുടെ പേര്? സുശീലാമ്മ, അത് തന്നെ. ആനവിലാസത്ത് സ്വദേശിയെ സുശീലാമ്മയോട് പറയൂ 5 ദിവസത്തിനുള്ളിൽ അത് ചെയ്തു കൊടുക്കാൻ ഡോക്ടറോടൊന്ന് നമുക്കൊന്ന് പറയാം. ഇനി അത് മെഡിക്കൽ കോളേജ് അധികൃതരെ കേൾക്കുന്നില്ലെങ്കിൽ നമുക്ക് കൊച്ചിയിൽ കൊണ്ടുവന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വകാര്യ ആശുപത്രിയിൽ ആ ചികിത്സയ്ക്കുള്ള സംവിധാനം നമുക്ക് ഒരുക്കി കൊടുക്കാം. അത് ഇനി ആ പാവത്തെ ബുദ്ധിമുട്ടിക്കുന്ന ശരി 4 തവണ ആശുപത്രി കയറി ഇറങ്ങി ഇത്രയും ബുദ്ധിമുട്ടുള്ളവരുടെ ഒരു പ്രയോറിറ്റി കൂടി ഇവർ പരിഗണിക്കണ്ടേ? ശരിയാണ്, 4 പേര് വേണ്ടിടത്ത് 2 പേര് മാത്രമേ അവിടെയുള്ളൂ. അവിടുത്തെ എല്ലാവർക്കും ഇതേപോലെ ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ അമ്മ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു അമ്മയല്ലേ, അതൊരു പ്രയോറിറ്റി കൊടുക്കാനുള്ള സംവിധാനം ആശുപത്രി അധികൃതർ കാണിക്കേണ്ടായിരുന്നു. മാത്രമല്ല വലിയ കൊട്ടിഘോഷിച്ച് പല കാര്യങ്ങളും പറയുള്ളൂ. 4 പേര് വേണ്ടെടുത്ത് 2 പേരെ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലുള്ള ബുദ്ധിമുട്ടുണ്ടാവുന്നേ. അപ്പോൾ രാഹുൽ ഒന്ന് സൂപ്രണ്ടുമായിട്ട് ബന്ധപ്പെടണം. 19-ാം തീയതിയോ 20-ാം തീയതിയോ ശസ്ത്രക്രിയ നടത്താൻ കഴിയുമോ എന്ന് അവരോടൊന്ന് ചോദിക്കണം. ഇനി അവർക്കത് പറ്റില്ല എന്നാണ് പറയുന്നതെങ്കിൽ വേണ്ട, നമുക്ക് മറ്റെവിടെയെങ്കിലും ചികിത്സിക്കാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കാം. അത് സുശീലാമ്മയോട് പറയൂ, അതിന് ചിലവ് നമുക്ക് വഹിക്കുകയും ചെയ്യാം. കേട്ടോ രാഹുൽ?
തീർച്ചയായിട്ടും